ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. ഒരു പ്രത്യേക അറിയിപ്പായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പലരും അറിഞ്ഞിട്ടുണ്ടാവും, LD ക്ലർക്ക് തൃശ്ശൂർ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ, SSLC, ആധാർ, അതുപോലെ തന്നെ നോൺ ക്രിമി ലെയർ, അതുപോലെ തന്നെ എന്താണ് EWSകാരാണെങ്കിൽ EWS, പിന്നെ നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കുന്നതോ അങ്ങനെ എന്തൊക്കെയാണ് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ജനറൽ നോക്കുമ്പോൾ EWS ഒന്നും ഇല്ലാണ്ട് 60.33 മുതലാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും ആ ഒരു മാർക്ക് ലഭിച്ചവർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്, EWS ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കാസ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ആ കാസ്റ്റ് ഒന്ന് അയയ്ക്കുക. അപ്പോൾ മറ്റുള്ള കുട്ടികൾക്കും കൂടി നമുക്കൊരു മൊത്തത്തിലൊരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ള എല്ലാവരും തന്നെ ലിസ്റ്റിൽ ഉണ്ടാവട്ടെ, പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും പഠിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട്, മെസ്സേജ് വന്നവരായാലും വരാത്തവരായാലും പഠിപ്പ് അവസാനിപ്പിക്കരുത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഈ ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുക. ഇനിയും എക്സാമുകളുണ്ട്. ഈ മെസ്സേജ് വരാത്ത കുട്ടികളൊന്നിനും വിഷമിക്കേണ്ട. ഇതിലും നല്ല അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് OA നല്ലൊരു പോസ്റ്റാണ്. ലാബ് അസിസ്റ്റൻറ്റ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ 2025 മറ്റ് ഒരുപാട് പോസ്റ്റുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിട്ട് പഠിപ്പ് നിർത്താനല്ല നോക്കേണ്ടത്. അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, വീണ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേൽക്കുന്നവൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളൂ. അത് ഓർത്തിരിക്കുക എല്ലാവരും. ഓക്കെ, പിന്നെ PSC എന്നുള്ളൊരു കടമ്പ, വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടണ വരെ നിങ്ങൾ പഠിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. ലിസ്റ്റിൽ വന്നതുകൊണ്ടോ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.